ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു പുതിയ നോമ്പ് കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. വലിയ നോമ്പിൻ്റെ 9 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 10-ാം ദിവസത്തെ അല്പസമയ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്. 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ 10-ാം ദിവസം ദൈവവചനവുമായി തിരുസന്നിധി നിൽക്കുവാൻ അവിടുന്ന് തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ദൈവിക സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. പാപിയായ അടിയനെ ക്രൂശിന്റെ മറവിൽ നിർത്തണം. പാപിയായ അടിയന്റെ നാവിലെ വാക്കുകളോടും കേൾവിക്കാരുടെ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടണം. അനുതാപവും രൂപാന്തരവും നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ, ആമീൻ. എന്താണ് നോമ്പ്? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവയിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കുവാനും ആത്മീയ വളർച്ച കൂടുതൽ നേടുന്നതിനുമുള്ള ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെയും ഉപടാനുഭവത്തെയും കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതായ ദിവസങ്ങൾ. പാപത്തെ യഥാർത്ഥമായി ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവിക കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനുള്ളതായ ദിവസങ്ങൾ. നാം ഈ വായിച്ച വേദഭാഗത്തിൽ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ, ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിനയത്തിൻ്റെ മാതൃക എന്നുള്ളതാണ്. ദ മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി. വിനയത്തിൻ്റെ മാതൃക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവെ പഠിപ്പിച്ച നിരവധി ഉപമകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതായ, നാം വായിച്ചതായ ഈ ഉപമ. തങ്ങളുടെ നീതിയിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്ന ചിലരോട് യേശു കർത്താവ് പറയുന്നതാണ് ഈ ഉപമ. പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയിലൂടെ നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് കർത്താവ്. നാം വായിച്ച വേദഭാഗത്തിൽ 2 വ്യക്തികളെ കാണുവാനായി സാധിക്കും. ഒന്ന് പരീശൻ, 2 ചുങ്കക്കാരൻ. ആരാണ് പരീശൻ? പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവൻ. സ്വാധീനമുള്ളവൻ, നിയമപാലകൻ, ആചാരാനുഷ്ഠാനങ്ങൾ ഇഷ്ടപ്പെട്ടവൻ, എല്ലാം കൊണ്ടും ഉന്നതിയിൽ നിന്നവൻ, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നിലയും വിലയും ഉള്ളവനാണ് പരീശൻ. അങ്ങനെയെങ്കിൽ ആരാണ് ചുങ്കക്കാരൻ? റോമൻ ഭരണകൂടത്തിന് വേണ്ടി നികുതി പിരിച്ചവൻ, ഭരണകൂടത്തിന്റെ പ്രതിനിധി. ആളുകളിൽ നിന്ന് അന്യായമായി നികുതി പിരിച്ചതുകൊണ്ടും കൃത്യനിർവഹണം ചെയ്തതുകൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പ് സമ്പാദിച്ചവൻ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവൻ, പാവിയായി തീർന്നതായ മനുഷ്യൻ. നാം ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിനയത്തിന്റെ മാതൃകകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പരീശനിൽ കാണുന്നതായ 5 ഗുണങ്ങളെക്കുറിച്ചും ചുങ്കക്കാരനിൽ കണ്ടതായ 5 ഗുണങ്ങളെക്കുറിച്ചും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, പരീശൻ സ്വയം നീതിമാൻ എന്ന് പറയുവാനായി സാധിക്കും. തൻ്റെ നീതിയിൽ അമിതമായി ആശ്രയിക്കുന്ന വ്യക്തി. അങ്ങനെ സ്വയം നീതിമാനായി പരീശനെ ഇവിടെ കാണപ്പെടുന്നു. രണ്ടാമതായി, നിന്ന, മറ്റുള്ളവരെ നിന്ദിക്കുന്ന മനോഭാവം. വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യനെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് വചനത്തിൽ പറയുന്നു. വളരെ എളുപ്പത്തിൽ നിന്ദിക്കുവാനായി പരീശന് ഇടയാകുന്നു. മൂന്നാമത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അഹങ്കാരി എന്ന് പറയുവാൻ സാധിക്കും. തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോട് നന്ദി പറയാതെ തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പുകഴ്ച പറയുന്നതായ വ്യക്തിയാണ് ഈ പരീശൻ. അങ്ങനെ പരീശൻ അഹങ്കാരിയായി മാറുന്നു.
മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റി വളരെ വ്യക്തമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വീമ്പിളക്കുന്നതായ ഒരു മനുഷ്യനാണ് ഈ പറയുന്നതായ പരീശൻ. അങ്ങനെ മതാന്തനായ പരീശനെ കുറിച്ച് നമുക്ക് പറയുവാനായി സാധിക്കും. അഞ്ചാമത്, സ്വയം നീതിക്കാരൻ. തൻ്റെ പ്രാർത്ഥനയിൽ ചുങ്കക്കാരനെ പോലെയുള്ള പാപികളെ നിന്ദിച്ച് പ്രാർത്ഥിക്കുവാനായി സാധിക്കുന്നതായ ഒരു മനുഷ്യൻ. ഈ 5 ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പരീശനെ കുറിച്ച് പറയുന്നു, അവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന്. ഈ പരീശൻ നീതീകരിക്കപ്പെട്ടവനായില്ല, അവൻ നീതീകരിക്കപ്പെടുവാനായിട്ട് അവന് സാധിച്ചില്ല. അവൻ്റെ ഈ 5 ഗുണങ്ങൾ അവന് നീതി ലഭിച്ചില്ല എന്ന് പറയുവാനായി സാധിക്കും. തിരിച്ച് ചുങ്കക്കാരനിലേക്ക് കടന്നു വരുമ്പോൾ 5 ഗുണങ്ങൾ ചുങ്കക്കാരനിലും നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമത്, താഴ്മയുള്ളവനായിരുന്നു ചുങ്കക്കാരൻ. അവിടുന്ന് അവൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അവൻ മാറി തടിച്ച് കുനിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ ഒരു മനുഷ്യൻ. വളരെ താഴ്മ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ചുങ്കക്കാരൻ. അവന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധമുള്ളവനായിരുന്നു ചുങ്കക്കാരൻ. അതിനാൽ അവന് നല്ല താഴ്മയുണ്ടായിരുന്നു. നല്ല താഴ്മയുള്ളവനായ മനുഷ്യൻ ചുങ്കക്കാരൻ. പാപബോധം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ ചെയ്തൊക്കെയും തെറ്റാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ചുങ്കക്കാരൻ. അവന് പാപബോധം ഉണ്ടായിരുന്നു. മൂന്നാമതായി, അവന് ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചുങ്കക്കാരൻ എന്ന് പറയുന്നത്. മൂന്നാമത്, സത്യസന്ധത. അവൻ ചെയ്തതായ കാര്യങ്ങളിൽ അവന് ഉറച്ച് നിന്നിരുന്നു. അവൻ റോമൻ ഭരണാധികാരികൾക്ക് നികുതി പിരിക്കുന്നതിൽ അവൻ സത്യസന്ധനായിരുന്നു. അവൻ പള്ളിയിൽ കടന്നു വന്നപ്പോൾ അവൻ സത്യസന്ധമായി അവന്റെ കാര്യങ്ങൾ അവിടെ ഏറ്റുപറയുവാനായി അവനെ ഇടയാക്കി. അങ്ങനെ അവൻ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു ഈ ചുങ്കക്കാരൻ. അഞ്ചാമത് പറയുവാൻ സാധിക്കും, അവന് രൂപാന്തരം അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടായതായ ഒരു മനുഷ്യനായിരുന്നു ചുങ്കക്കാരൻ. ചെയ്ത തെറ്റുകളെ കുറിച്ചും അവൻ നല്ല ബോധമുള്ളവനായി ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ മാറിത്തടിച്ച് ദേവാലയത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാവാതെ മാറിത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതായ മനുഷ്യനായിരുന്നു ചുങ്കക്കാരൻ. അങ്ങനെയെങ്കിൽ നാം ഒന്ന് സ്വയം വിചിന്തനം ചെയ്യാം, നാം ഇന്ന് ചുങ്കക്കാരനാണോ, ഈ പരീശനാണോ? ഈ പരീശനുള്ള ഗുണങ്ങളാണോ നമുക്കുള്ളത്, അതോ ഈ ചുങ്കക്കാരനുള്ള ഗുണമാണോ നമുക്കുള്ളത്? യഥാർത്ഥമായി ചുങ്കക്കാരനെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നോമ്പിന്റെ കാലഘട്ടം ധന്യമായി തീരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പീഡാനുഭവത്തിലും കുരിശു മരണത്തിലും അനുഭവിച്ചായ യാതനകളും പ്രയാസങ്ങളും അവൻ നേരിട്ടപ്പോഴും അവൻ വിനീതനായി പിതാവിനോട് സംസാരിക്കുവാനായി ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് വിനീതനായിരുന്നു. ഞാൻ വിനീതനാകുന്നു എങ്കിൽ നിങ്ങളും വിനീതരാകുവീൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, വിനീതനാകുവാൻ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവണം. ഈ ചുങ്കക്കാരനെ പോലെ ചില ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നാം വിനീതരാകുകയുള്ളൂ. താഴ്മയുടെ മനോഭാവം നമുക്ക് ഉണ്ടാവണം. പാപബോധം നമുക്ക് ഉണ്ടാവണം. ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് ഉണ്ടാവണം. സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം നാം. അങ്ങനെയെങ്കിൽ നമുക്ക് മാനസാന്തരം ലഭിക്കും. പൂർണ്ണമായി വിനയമുള്ളവരായി നാം മാറപ്പെടും. നാം ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ, നാം മുൻപോട്ട് ചിന്തിക്കുവാണെങ്കിലും നാം ആരാണ്? പ്രിയമുള്ളവരെ, പരീശനാണോ ചുങ്കക്കാരനാണോ? നമുക്ക് ഈ പരീശനാകുവാൻ സാധിക്കുന്നുണ്ടോ? ഈ ചുങ്കക്കാരനാകുവാനായി സാധിക്കുന്നുണ്ടോ? ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് കടന്നുപോയി. എന്നാൽ മറ്റുള്ളവൻ അങ്ങനെയല്ല. പരീശന് നീതി ലഭിച്ചില്ല, ചുങ്കക്കാരന് ഇവിടെ നീതി ലഭിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്ക് യഥാർത്ഥമായി നീതി ലഭിക്കണമെന്ന് ഉണ്ടെങ്കിൽ ചുങ്കക്കാരനെ പോലെ താഴ്മയുള്ളവനായി, പാപബോധമുള്ളവനായി,
ദൈവത്തിലുള്ള ആശ്രയമുള്ളവനായി, സത്യസന്ധതയുള്ളവനായി, മാനസാന്തരമുള്ളവനായി മാറുവാണെങ്കിൽ നമുക്ക് ഉറപ്പായും വിനീതനാകുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിനീതനാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എവിടെ ആയിരുന്നാൽ അവിടെയൊക്കെ നമുക്ക് വിനീതനാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തൻ്റെ അടുത്തിരിക്കുന്നവരെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ, അവനോട് ഒരു പുഞ്ചിരിയോടെ ഒരു വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമുക്ക് യഥാർത്ഥമായ നീതി ലഭിക്കുമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ചുങ്കക്കാരനെ പോലെ ആകുവാൻ നമുക്ക് ഇടയാകട്ടെ. പരീക്ഷന് നീതി ലഭിക്കാതെ അവൻ താഴ്ത്തപ്പെടുമ്പോൾ ചുങ്കക്കാരൻ നീതി ലഭിച്ചുകൊണ്ട് അവൻ ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് താഴ്ത്തപ്പെടുവാനല്ല, നമുക്ക് ഉയർത്തപ്പെടുവാൻ ഇടയാകട്ടെ. ഈ വർഷത്തിലെ നോമ്പ് സമയങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് ദൈവവുമായി ബന്ധപ്പെടുവാനും ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ വിനീതരായി ജീവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഇടയാകട്ടെ എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നോമ്പിന്റെ 10-ാം ദിവസം വിനയത്തിന്റെ മാതൃകയുള്ളവരായി, ദൈവബോധമുള്ളവരായി, നന്ദിയുള്ളവരായി, ക്ഷമയുള്ളവരായി, കരുതലുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഈ നോമ്പ് യഥാർത്ഥമായി തീരും. ഒരു പാട്ടിന്റെ ഇരകൾ ഇങ്ങനെ പാടുന്നു: വിനയമുള്ള ഒരു ഹൃദയം എന്നിൽ മെനഞ്ഞിടണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപ ഏകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിൻ ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണമേ എന്ന്. വിനയമുള്ള പാട്ടുകാരനും പറയുന്നു, വിനയമുള്ള ഒരു ഹൃദയം ഈ മെനഞ്ഞിടണമേ ദൈവമേ എന്ന് പറയുകയാണ്. ഹൃദയത്തിലെ വിനയമാകുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. പാട്ട് നമുക്ക് ഇങ്ങനെ പാടാം: വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. പ്രിയമുള്ളവരെ, നിഗളമെന്നുള്ള ഭാഗം മാറ്റി വിനയമുള്ള ഭാവം നമ്മളിലേക്ക് വരുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിലും വിനയമുള്ളവരായി തീരുവാൻ ദൈവം നമുക്ക് കരുണ തിരുമാറാകട്ടെ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പ് കാലഘട്ടങ്ങളിലും മുമ്പോട്ടുള്ള നമ്മുടെ യാത്രകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം, വിനയമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ആകുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ.